വെൽക്കം ബാക്ക് ടു മൈ ട്യൂഷൻ. ഞാൻ ക്ലാസ് നയൻത്ത് ക്ലാസ്സിൻ്റെ കേരള സിലബസിൻ്റെ ഇതുവരെ ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല. കഴിഞ്ഞ +1 +2 10th ഇട്ടപ്പോൾ ഒരു കുട്ടി ഇന്നലെ കമൻറ്റ് ചെയ്തിരുന്നു, 9th ക്ലാസ്സിലേക്കുള്ള ക്വസ്റ്റ്യൻസും കൂടെ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. ആ കുട്ടി കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ 3 ചാപ്റ്റർ 3 വീഡിയോ ആയിട്ടിടാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടാം. നമുക്ക് ഇന്നത്തെ ഏസ് ഓഫ് ഇക്വേഷനിൽ 4 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ്, 4-5 മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. 3 മാർക്സ് 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. റേഞ്ചിൻ്റെ ക്വസ്റ്റ്യൻ, പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ, അത് ആ മോഡൽ. പിന്നെ സ്പെഷ്യൽ കേസ് ആയിട്ടുള്ളത് ഫ്രാക്ഷൻ, 2 ഡിജിറ്റ് നമ്പർ. നമുക്കാദ്യം 2 ഡിജിറ്റ് നമ്പറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A 2-digit number is 6 times the sum of digits. The number got by interchanging the digits is 9 more than 4 times the number, 4 times the sum of the digits. Find the number. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് 10th ഡിജിറ്റ് എക്സ് ആയിട്ടും യൂണിറ്റ് ഡിജിറ്റ് വൈ ആയിട്ടും അസ്യൂം ചെയ്യുന്നതാണ് കൂടുതൽ സൗകര്യം. 10th ഡിജിറ്റ് യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ 1st ഡിജിറ്റ് എന്ന് പറയാം. ഇത് എക്സും എന്നിട്ട് 10th ഡിജിറ്റ് ബി എക്സ്, യൂണിറ്റ് ഡിജിറ്റ് ബി വൈ. നമുക്കറിയാം 23 നമ്മളെങ്ങനെ എഴുതുന്നത് 2 × 10, അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം 2 × 10 + 3 അല്ലേ. ഇതിനെ തിരിച്ചിട്ടാൽ എന്ത് വരും? റിവേഴ്സ് ചെയ്താൽ ഇൻ്റർചേഞ്ച് ചെയ്ത് എന്ത് വരും? 32. ഇപ്പം നമ്മൾ ഈ 2ൻ്റെ സ്ഥാനത്ത് 3യും 3യുടെ സ്ഥാനത്ത് 2ഉം വരും. 3 × 10 + 2. നമുക്ക് അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് ലെറ്റർ 10th ഡിജിറ്റ് ബി എക്സ് ആൻഡ് യൂണിറ്റ് ഡിജിറ്റ് ബി വൈ എന്നെഴുതാം. നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ കണ്ടീഷൻ എന്താണ്? എ 2 ഡിജിറ്റ് നമ്പർ. ആദ്യം നമുക്ക് ഒറിജിനൽ നമ്പർ എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിന് മുമ്പുള്ള ഈ നമ്പർ 10th ഡിജിറ്റ് എക്സ്, അതിൻ്റെ കൂടെ 10 ചേർക്കുക +5. ഇനി ഇൻ്റർചേഞ്ച്ഡ് നമ്പർ എന്താ വരും? എക്സിൻ്റെ സ്ഥാനത്ത് വൈയും വൈയുടെ സ്ഥാനത്ത് എക്സും കൊടുക്കുക. ഇനി നമ്മൾ സെൻറ്റൻസ് ഓരോ കണ്ടീഷൻ എന്താണെന്ന് നോക്കുക. എ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 10x + 5 ഈസ് 6 times the sum of the digits. 6 times എന്ന് പറഞ്ഞാൽ എന്താ? 6 × ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? 10x + y = 6 × 6 ടൈംസ് എന്ന് വന്നുകൊണ്ടാണ് 6 × sum of the digits x + y ബ്രാക്കറ്റ് ഓപ്പൺ 6 × x പ്ലസ് എഴുതുക 6 × y. നമ്മളെല്ലാം ലെഫ്റ്റിൽ കൊണ്ടുവരുമ്പോൾ 10x - 6x 4x y - 6y. ഇക്വേഷൻ നമ്പർ 1, ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. The number got by interchanging the digits. ഈ ഇൻ്റർചേഞ്ച്ഡ് നമ്പർ എന്താണ്? 4 times sum of the digits. ഇൻ്റർചേഞ്ച്ഡ് നമ്പർ 10y + x 4 times ആയതുകൊണ്ട് 4 × sum of the digits. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 9 more than sum of the digits plus 9. 4x plus 4y
പ്ലസ് 9. നമ്മൾ ഇത് രണ്ട് ലെഫ്റ്റ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 4x മൈനസ് 3x 10 മൈനസ് 4 6y ഈസ് ഈക്വൽ ടു 9. എപ്പോഴും നമുക്ക് ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ നമ്പേഴ്സ് കുറച്ച് ചെറുതാവും. 3 6 9 നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇനി ഇവിടെ നോക്കി 4x മൈനസ് 5y 0. ഇവിടെ നമുക്ക് -1 ഉണ്ട് അല്ലേ. ഇവിടെ 1നെ 4 ആക്കാൻ നമുക്ക് എളുപ്പമാണല്ലോ. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് -4x പ്ലസ് 8y ഈസ് ഈക്വൽ ടു 12 എന്നാവും. -4x minus 5y. Equation 2 into 4 minus 4x plus 8y is equal to 12. ഇപ്പം നമ്മൾ ഏതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ഈക്വൽ ആക്കിയത്? എക്സിൻ്റെ ആണ് അല്ലേ. അത് ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ഒന്ന് +4 ഒന്ന് -4 അങ്ങനെ ഒന്ന് ഇക്വേഷൻ തമ്മിൽ പ്ലസ് ചെയ്യുക. ക്യാൻസൽ ആവും. -5ഉം +8 ഓപ്പോസിറ്റ് സൈനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക. എന്നിട്ട് ലാർജിൻ്റെ സൈൻ വലിയ നമ്പറിൻ്റെ കൂടെയുള്ള സൈൻ +3 0 + 12. സോ y ഈസ് ഈക്വൽ ടു 4. നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 4x ഈസ് ഈക്വൽ ടു 5y. 4x ഈസ് ഈക്വൽ ടു 5 × 4 20. നമുക്ക് x എത്ര കിട്ടി? 20/4. therefore നമ്പർ ഈസ് നമ്മൾ 10th ഡിജിറ്റ് ആണ് x ആയിട്ട് എഴുതിയത് അല്ലേ. നമ്പർ ഈസ് ഈക്വൽ ടു 54. Question number 2. Prize of 17 trophies and 16 medals. കുറച്ച് ഷോർട്ടാക്കി എഴുതാം. 16 medals is equal to 2180 rupees. Price of 16 trophies and 17 medals. 2110 rupees. Find the price of each. അതാണ് ക്വസ്റ്റ്യൻ. പ്രൈസ് ഓഫ് 1 trophy, പ്രൈസ് ഓഫ് 1 medal നമുക്ക് രണ്ടും കാണാം. അപ്പം നമുക്ക് ഏതെങ്കിലും ട്രോഫി നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണ് മെഡലിൻ്റെ പ്രൈസ് y ആയിട്ട് എടുക്കാം. പ്രൈസ് ഓഫ് 1 trophy എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാം. പ്രൈസ് ഓഫ് 1 medal 17 ട്രോഫീസ് വാങ്ങിക്കണേ നമുക്കറിയാം എത്ര രൂപ ഇതാകും. എത്ര 17 ട്രോഫീസിന് എത്ര എമൗണ്ട് ആവും? 17x പ്ലസ് 16/2180. ഇനി 16x രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ വരും? ഈ ഇക്വേഷന് നമുക്കൊരു പ്രത്യേകതയുണ്ട്. നോക്കി, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 17 അത് ഇവിടെ വന്നു, ഇവിടുത്തെ 16 ഇവിടെ വന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇക്വേഷൻ തമ്മിൽ അങ്ങ് ആഡ് ചെയ്യും. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 17 + 16 33x 33y that is equal to ഇത് രണ്ടും എപ്പോഴും സെയിം ആയിട്ടുള്ള നമ്പർ വരും. അതേ നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ എന്ന് വെച്ചാൽ ഇതിനെ ഈ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കും ഇവിടെ. തേർട്ടി 33 വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. 429 130 Question 3.
equation 1 minus equation 2. 17 minus 16, x. 16 minus 70, minus 1. 70. Equation number. ഇനി ഇത് തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ പ്ലസ് വൈ ഉണ്ട്, മൈനസ് വൈ ഉണ്ട്. നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ 4. 1x-ഉം 1x-ഉം ആഡ് ചെയ്ത് 2x പ്ലസ് വൈ മൈനസ് വൈ ക്യാൻസൽ ചെയ്ത് 130 പ്ലസ് 70. സോ എക്സ് ഈസ് ഈക്വൽ ടു 100. കഴിഞ്ഞത്ര പ്ലസ് ഉള്ളതിൽ കൊടുത്താൽ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് കുറയും. മറ്റേ മൈനസ് ഒക്കെ എഴുതി ഇവിടെ 100 പ്ലസ് വൈ 130. വൈ എത്ര കിട്ടും? 130 മൈനസ് 100. നിങ്ങൾ എക്സാമിന് ലാസ്റ്റ് വേണം എടുത്ത് എഴുതിക്കും. പ്രൈസ് ഓഫ് 1 മെഡൽ 1 ട്രോഫി 100 rupees. Price of 1 medal 30 rupees. Price of sum of two numbers. Sum of two numbers is 40. And their difference is 6. Find the numbers. That's the question. ഇവിടെ ഇക്വേഷൻ 1 മാർക്കിനെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നോക്കാം, അല്ലാതെ സ്റ്റെപ്പായിട്ട് നോക്കാം. ലാർജർ നമ്പർ എക്സ് സ്മോൾ നമ്പർ വൈയും ആണെങ്കിൽ ദറ്റ് നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ. ലാർജ് നമ്പർ നമുക്ക് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാം, small number y. X plus y is equal to 40. X minus y 6 plus y minus y. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ y ക്യാൻസൽ ആവും. 1x-ഉം 1x-ഉം ആഡ് ചെയ്ത 2x. X is equal to 23. 23 plus y ആണ് 40. y ആണ് എന്ത് ചെയ്യണം? y is equal to 40 minus 23. 70. 40 minus 23. നിങ്ങൾക്ക് 1 മാർക്കിന് MCQ ഉണ്ടല്ലോ, 10 ക്വസ്റ്റ്യൻ ചിലപ്പോൾ MCQ ആയിരിക്കും. അപ്പം ഇങ്ങനെ നിങ്ങളോട് തന്നിട്ട് സ്മോളർ നമ്പർ മാത്രമാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 40 6 മൈനസ് ചെയ്യുക 34. 34ൻ്റെ ഹാഫ് 70. ഇനി അതല്ല ലാർജ് നമ്പർ മാത്രമാണ് ചോദിക്കുന്നതെങ്കിലോ സമ്മും ഈ ഡിഫറൻസുകളും ആഡ് ചെയ്യുക. 46ൻ്റെ ഹാഫ് എത്രയാണ്? 20. 1 മാർക്കിനൊക്കെ ചോദിച്ചാൽ അങ്ങനെ ചെയ്യും. അതല്ല 2 മാർക്സിന് ചോദിച്ചാൽ ഇതുപോലെ സ്റ്റെപ്പ് എടുത്ത് ചെയ്യും. Rectangle. Perimeter is equal to 80 centimeter. One side is 10 centimeter longer than the other. Length, one side is length is 10 more than breadth. One side is 10 more than other side. Length is 10 more than breadth. നമുക്കിത് എക്സും ലെങ്ത് എക്സ് ബ്രെഡ്ത്ത് വൈ ആയിട്ട് അസ്യൂം ചെയ്താൽ നമുക്കിതിനെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഫൈൻഡ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അതാണ് ക്വസ്റ്റ്യൻ. ലെങ്ത് എക്സ് ബ്രെഡ്ത്ത് വൈ. പെരിമീറ്ററിൻ്റെ ഫോർമുല എന്താ? 2 × L + D. ദാറ്റ് ഈസ് ഈക്വൽ ടു 80. 2 × x + y. x plus y is equal to 80 divided by 2. 2 into ആയതുകൊണ്ടാണ് നമ്മൾ 80 divided by 2. Equation number 1. Length is 10 more than breadth. നമുക്ക് x is equal to y plus 10. y വേണമെങ്കിൽ ലെഫ്റ്റിൽ കൊണ്ടുവരാം. x minus y is equal to 10. x plus y is equal to 40. Adding we get
+y - y cancel. X is equal to 25. 25 plus y 40. So y is equal to 40 minus 25. That is. നമ്മൾ ലെങ്തും ബ്രെഡ്ത്തും ഇവിടെ തന്നിരിക്കുന്ന യൂണിറ്റ് ചേർത്ത് എഴുതുക. സെൻറ്റിമീറ്റർ ആണ്, സെൻറ്റിമീറ്റർ 25 സെൻറ്റിമീറ്റർ, ബ്രെഡ് 50 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ഫ്രാക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ. A fraction becomes 9/11 if 2 is added to both the numerator and the denominator. If 3 is added to both the numerator and denominator, it becomes 5/6. Find the fraction. Question. നമുക്ക് ന്യൂമറേറ്റർ എക്സ് ആയിട്ടും ഡിനോമിനേറ്റർ വൈ ആയിട്ട് അസ്യൂം ചെയ്യാം. ഫ്രാക്ഷൻ x/y. ഇവിടെ എന്താ കണ്ടീഷൻ നോക്കുക. 2 is added to both numerator and denominator, it becomes 9/11. X plus 2 by y plus 2, 9/11. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് 2 is added to numerator only എന്നായിരുന്നെങ്കിൽ x plus 2 by y എന്ന് മാത്രമേ എഴുതിയുള്ളൂ. ഇത് 2 is added to numerator and denominator എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും ആഡ് ചെയ്യുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 11x plus 22, 9y plus 18. Okay, 9y ലെഫ്റ്റിൽ കൊണ്ടുവരാം, 22 റൈറ്റ് സൈഡ്, 18 minus 22 minus 4. Question number 1. Three is added to both, it becomes 5/6. X plus 3 by y plus 3. Then നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 6x plus 18, 5y plus 15. 6x minus 5y. സൈൻ മാർക്ക് ഇവിടെ നിന്നോട്ടേക്കും സൈൻ മാർക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആവും, നെഗറ്റീവ് പോസിറ്റീവ്. റൈറ്റ് സൈഡ് പോകുമ്പോൾ 15 minus 18. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇവിടെ നമുക്ക് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റും വൈയുടെ കോയിഫിഷ്യൻ്റ് ഏതെങ്കിലും ഒന്ന് ഈക്വൽ ആക്കാം അല്ലേ. നമ്മൾ ഇതാണ് വൈ ആണ് ഈക്വൽ ആക്കുന്നതെങ്കിൽ ഇവിടെ ഏതാ നമ്പർ 9. നമുക്ക് ഈ 9 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 5 അതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇക്വേഷൻ 1 into 5. ഈ 5 ഇങ്ങോട്ട് 9 അങ്ങോട്ട് എടുക്കും. 1 into 5. സോറി, ഇക്വേഷൻ 1 into 5. 55x minus 45y. Equation 2 into 9. 9 into 6. 54. 9 into 5. 45. 5 into 4, 20. ഇവിടെ നമുക്ക് ഏതിൻ്റെ ആണോ നമ്മൾ കോയിഫിഷ്യൻ്റ് ഈക്വൽ ആക്കിയത് അതിൻ്റെ കൂടെയുള്ള സൈൻ ഈ രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ
അത് സെയിം സൈനാണ് അല്ലേ, അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയാലും അത് സെയിം സൈനാണ്. അപ്പം നമ്മൾ ഇക്വേഷൻ തമ്മിൽ എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ഷൻ. രണ്ടും സെയിം സൈൻ, എസ് അങ്ങനെ ഓർത്താൽ മതി. സെയിം സൈൻ വന്ന സബ്ട്രാക്ഷൻ. ഇനി ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് ഓപ്പോസിറ്റ് സൈൻ വന്ന അഡീഷൻ. നമുക്കിതൊന്ന് ക്യാൻസൽ ആവും. 55 മൈനസ് 54x -20 -27. ഇവിടെ എന്താവും? -27 ആകുമ്പോൾ ഇത് പ്ലസ് ആകും. ആൻസർ ഇവിടെ +7. x7 കിട്ടി. നിങ്ങൾ ഈ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക, അത് കുറേ കൂടെ വലിയ നമ്പർ അല്ലേ. ഫസ്റ്റ് ഇക്വേഷനിൽ ഒന്നിൽ സെക്കൻഡിൽ കൊടുക്കുക, അല്ലെ ഫസ്റ്റിൽ കൊടുക്കുക. ഞാനിപ്പം ഇതിൽ കൊടുക്കാം. 6 × 7 42 -5y =-3. ഓക്കെ, -3 ലെഫ്റ്റിൽ കൊണ്ടുവരാം. ഇത് മൈനസ് അല്ലേ, അത് റൈറ്റ് സൈഡ്. 45 = 5. y = 45 ഡിവൈഡഡ് ബൈ 5. ഫ്രാക്ഷൻ ഇങ്ങനെ എഴുതാം, 7/9. and fraction is equal to ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. 2 ആഡ് ചെയ്ത എന്തോരം നോക്കി. 7 + 2 9, 9 + 2 11. കറക്റ്റ് അല്ലേ? ഇനി 3 ആണ് ആഡ് ചെയ്യുന്നത്. 7 + 3 12, 7 + 3 10, 9 + 3 12. 2 വെച്ച് കട്ട് ചെയ്ത 5/6. നമുക്ക് അവിടെ വെച്ച് കറക്റ്റ് ആണ് ചെക്ക് ചെയ്യാം. പിന്നെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഡിഫറൻസ് ബിറ്റ്വീൻ അക്യൂട്ട് ആംഗിൾസ്. ഒന്ന് റൈറ്റ് ആംഗിൾ ആണെങ്കിൽ ബാക്കി അറിയാമല്ലോ, അക്യൂട്ട് ആയിരിക്കും അല്ലേ. ഇവിടെ ആംഗിൾ എ, ഡിഫറൻസ് ബിറ്റ്വീൻ അക്യൂട്ട് ആംഗിൾസ്. ആംഗിൾ എ മൈനസ് ആംഗിൾ സി 20 ഡിഗ്രി. ഫൈൻഡ് ഓൾ ആംഗിൾസ്. ഒന്ന് 90 ആണ്. നമുക്ക് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്താ? 180. ആംഗിൾ എ നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യണം. ഇവിടെ ആംഗിൾ സി എന്തായിരിക്കും? എക്സ് -20. ആംഗിൾ എ -20 വരും. ആംഗിൾ എ ആണോ ആംഗിൾ സി ആണോ വരുന്നത് നമുക്കറിയില്ല, നമ്മളങ്ങനെ അസ്യൂം ചെയ്യാം. എന്തായാലും ഇതിൻ്റെ ഡിഫറൻസ് 20 ആണ്. എ എക്സ്, ബി 90, സി എക്സ് -20. 2x is equal to right side 200 minus 90, 110. x 55 ആണെങ്കിൽ c എത്രയായിരിക്കും? 35. So angle A is equal to 55 degree, angle B 90 degree, angle C 35. Second chapter, third chapter, and the Tuesday exam. ഇന്ന് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു, പിന്നെ കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ഇട്ടത്. സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും കുറേ കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്നിട്ട് കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടല്ലോ, പഠിക്കുക.